ഒരു ചോദ്യപേപ്പർ ചോർച്ച രാജ്യ തലസ്ഥാനം പ്രകമ്പനം കൊള്ളുന്ന യുവ വിദ്യാർത്ഥി പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നു. രാജ്യത്തിന്റെ ഭാവിയായ വിദ്യാർത്ഥികൾ തെരുവിൽ തല്ലുകൊള്ളുന്നു. പക്ഷേ ഒരാൾ മാത്രം അനങ്ങുന്നില്ല. എന്തുകൊണ്ട്? എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന രാഷ്ട്രീയക്കാരന്റെ ശക്തി? 1997 ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തെരുവിലിറങ്ങിയ അതേ മനുഷ്യരാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തെരുവിൽ രാജി ആവശ്യപ്പെടുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്നത് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ്. 1969 ഒഡീഷയിലെ തലേച്ചാർ എന്ന ഗ്രാമത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ ജനിക്കുന്നത്. രാഷ്ട്രീയം അദ്ദേഹത്തിന് പുതിയ ലോകമല്ല. അച്ഛൻ ദേവേന്ദ്ര പ്രധാൻ ഒഡീഷയിലെ BJPയുടെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിലും അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ ആദ്യ പാഠം അദ്ദേഹം പഠിച്ചത് വീട്ടിൽ നിന്നാണ്. അച്ഛൻ്റെ പേര് മാത്രം ആശ്രയിച്ചല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം ദേശീയ ശ്രദ്ധ നേടുന്നത്. കോളേജ് കാലത്ത് തന്നെ അദ്ദേഹം അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ABVPയിൽ സജീവമായിരുന്നു. 1990 മണ്ഡൽ കമ്മീഷൻ, അയോധ്യ രാഷ്ട്രീയം, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഇവയ്ക്കിടയിലൂടെ വളർന്ന നേതാവായ ആളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. പിന്നീട് BJPയുടെ യുവജന സംഘടനയായ ഭാരതീയ യുവമോർച്ചയിലൂടെ ദേശീയ നേതാവായി വളർന്നു. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിലേക്ക് വരാം. 1997 ഒഡീഷയിൽ +2 പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലായി. അന്ന് ABVP നേതാവായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വസ്തത നഷ്ടപ്പെട്ടു എന്ന് അന്ന് പ്രധാൻ ആരോപിച്ചു. അന്നത്തെ സർക്കാർ രാജിവയ്ക്കണമെന്നത് അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യമായിരുന്നു. ഇന്ന് ദേശീയ തലത്തിൽ നീറ്റ് ഉൾപ്പെടെ നിരവധി പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച ആരോപണങ്ങൾ ഉയരുമ്പോൾ പ്രതിപക്ഷവും വിദ്യാർത്ഥികളും അന്നത്തെ സമരനായകന്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ചരിത്രം ചിലപ്പോൾ വിചിത്രമായ വൃത്തങ്ങൾ വരയ്ക്കും. ധർമ്മേന്ദ്ര പ്രധാൻ ഒരു കേന്ദ്രമന്ത്രി മാത്രമല്ല, ഒഡീഷയിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ്. 2.5 പതിറ്റാണ്ടിലേറെയായി BJP ഒഡീഷയിൽ വളരാൻ ശ്രമിച്ചെങ്കിലും നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ അത്രയും ശക്തമായിരുന്നു. ആ മതിൽ തകർക്കാൻ BJP ഉപയോഗിച്ച പ്രധാന നേതാക്കളിൽ ഒരാൾ ധർമ്മേന്ദ്ര പ്രധാനാണ്. കോവിഡിന് ശേഷം നവീൻ പട്നായിക്കിന്റെ ആരോഗ്യസ്ഥിതി മോശമായതും അദ്ദേഹത്തിന് മുകളിൽ VK പാണ്ഡ്യൻ എന്ന മുൻ തമിഴ് IAS ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയ സ്വാധീനവും BJP അവസരമാക്കി. VK പാണ്ഡ്യന്റെ സാന്നിധ്യം മണ്ണിന്റെ മക്കൾ വാദമാക്കി മാറ്റുകയായിരുന്നു BJPയുടെ പ്രധാന തന്ത്രം. അത്തരത്തിലൊരു തന്ത്രത്തിലൂടെ അവർ ഒഡീഷ പിടിച്ചു. ഈ തന്ത്രത്തിന്റെ ആണിക്കല്ല് തന്നെ ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. 2024 ഒഡീഷയിൽ ആദ്യമായി BJP സ്വന്തം നിലയിൽ സർക്കാർ രൂപീകരിച്ചപ്പോൾ ആ വിജയത്തിന്റെ ശില്പികളിൽ ഒരാൾ ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് വാർത്തകൾ വന്നെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത ദൗത്യം ദില്ലിയിലായിരുന്നു. 2014 മോദി അധികാരത്തിലെത്തിയപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് ലഭിച്ചത് പെട്രോളിയം മന്ത്രാലയം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളിലൊന്ന്. തുടർന്ന് നൈപുണ്യ വികസനം, പിന്നീട് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം. ഒരു നേതാവിന് പ്രധാനമന്ത്രി മോദി വീണ്ടും വീണ്ടും പ്രധാന മന്ത്രാലയങ്ങൾ നൽകുന്നുവെങ്കിൽ അതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ വിശ്വാസമുണ്ട്. മോദിയുടെ ഏറ്റവും വിശ്വസ്തരായ മന്ത്രിമാരിൽ ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് BJPക്കുള്ളിൽ തന്നെ സംസാരമുണ്ട്. എന്നാൽ നിലപാടുകളിലെ യൂട്ടേൺ പ്രധാന് ഒരു പുത്തരിയല്ല. പെട്രോളിയം മന്ത്രിയായിരിക്കെ മുൻകാലങ്ങളിൽ പെട്രോളിയം വില വർധനയ്ക്കെതിരെ സമരം ചെയ്ത BJP നിലപാട് ഓർമ്മിപ്പിച്ചപ്പോൾ പെട്രോളിയം വില വർധനവിൽ സർക്കാരിന് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞിട്ടുണ്ട് പ്രധാൻ. അതായത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാനുള്ള രാഷ്ട്രീയ മെയ്വഴക്കം ഇന്നത്തെ പോലെ എന്നും ഉണ്ടായിരുന്നു ഒഡീഷയിലെ ഈ നേതാവിന്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി ഇദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നില്ല? അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഒന്നാമത് BJP സാധാരണമായി പ്രതിപക്ഷ സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രിമാരെ രാജിവയ്പ്പിക്കുന്ന രീതിയല്ല പിന്തുടരുന്നത്. അങ്ങനെ ചെയ്താൽ അത് കുറ്റസമ്മതമാണെന്ന രാഷ്ട്രീയ സന്ദേശം നൽകുമെന്ന് പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. രണ്ടാമത്, ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിലെ BJPയുടെ പ്രധാന മുഖമാണ്. അദ്ദേഹത്തിൻ്റെ രാജി സംസ്ഥാന രാഷ്ട്രീയത്തെയും ബാധിച്ചേക്കും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷമുള്ള അക്കമഡേഷൻ അത് BJP നേതൃത്വത്തെ മാത്രമല്ല, മോദി അമിത്ഷാ ദ്വന്ദ്വത്തിൻ്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്, മോദിയുടെയും അമിത്ഷായുടെയും വിശ്വാസം നേടിയ നേതാവാണ് പ്രധാൻ. ഇത്തരം നേതാക്കളെ പ്രതിസന്ധിയുടെ സമയത്ത് കൈവിടുന്നത് അവരുടെ രാഷ്ട്രീയ ശൈലിയുമല്ല. ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ വ്യക്തമാണ്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ പരീക്ഷാ സംവിധാനത്തിൻ്റെ വിശ്വസ്തത സംരക്ഷിക്കാൻ കഴിയാതെ പോയി. പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് മറ്റൊന്നാണ്. പ്രശ്നം വർഷങ്ങളായി നിലനിൽക്കുന്ന പരീക്ഷാ സംവിധാനത്തിൻ്റെതാണ്. അന്വേഷണങ്ങൾ ആരംഭിക്കുകയും പരിഷ്കാര നടപടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ് BJPയുടെ വാദം.
എങ്കിലും നീറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ അതിൻ്റെ മാനസിക ആഘാതത്തിൽ ജീവനൊടുക്കിയ 14 ജീവനുകൾക്ക് ഉത്തരം നൽകാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം പ്രധാനമുണ്ട്. ഈ സാങ്കേതിക ന്യായീകരണങ്ങൾക്കപ്പുറം ഈ ധാർമ്മിക കാരണം തന്നെയാണ് പ്രധാന ചോദ്യമായി പ്രധാനെതിരെ ഉയരുന്നത്. 1997 ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥി നേതാവ് 2026 ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ രാജിയുടെ മുൻപിൽ നിൽക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാഷ്ട്രീയ യാത്രയിൽ ഈ വൈരുദ്ധ്യം യാദർച്ഛികമല്ല. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും ധാർമ്മികതയും പിന്നീട് വെറും വാക്കായി മാറ്റുന്ന ടിപ്പിക്കൽ ഇന്ത്യൻ രാഷ്ട്രീയ ചിത്രം. ഇവിടെ ഒടുവിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുമോ എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ചോദ്യം.